നമുക്കിന്ന് ഒരു കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നോക്കാം. കൂർക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല പീസസ് ആക്കിയിട്ട് എടുക്കുക. ചെറിയ പീസസ് ആക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂട്ടത്തിൽ ഗാർലിക്കും കറിവേപ്പിലയും എടുത്തു വെക്കാം. പിന്നെ ക്രഷ്ഡ് ചില്ലിയും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പാൻ വെക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാവുന്നതാണ്. കടുക് വറുത്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത ചില്ലി ഇപ്പോൾ ഇടരുത്, ലാസ്റ്റ് വേണം ഇടാനായിട്ട്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്. ആക്ച്വലി മീറ്റ് മസാല ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂർക്കയ്ക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് വറുക്കുന്ന കൂട്ടത്തിൽ ഒരു പിഞ്ച് പെരിഞ്ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും ആക്ച്വലി കൂർക്കയ്ക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായിട്ട് വെന്ത് വന്ന് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക റെഡിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.